എന്നെ വഞ്ചിക്കും. ആരടി പറ, നിനക്ക് പറയാമോ? പറയടി. ഞാൻ ജൂദാസ്, ഞാൻ തന്നെ. ഞാൻ വഞ്ചിച്ചു വന്നു. ചേട്ടാ, നീ ആരടി? ചേട്ടാ ചേട്ടാ, ആരടി നിന്റെ ചേട്ടാ? നിന്റെ ചേട്ടനാണ്. മതിയാക്കിയോ? എന്താ മുണ്ടാത്ത? ധാരാളമായി അല്ലേ? ആരാ ഇത്ര ചേട്ടനെ തിരക്കി നടക്കുന്ന അനിയ? എന്റെ ജൂടി തന്നെ. അമ്മോ, എന്നിട്ട് അറിയുന്ന ഭാവം വേണമല്ലോ. എന്റെ അനിയത്തിയല്ലേ, എന്റെ കൊച്ചനിയത്തിയല്ലേ? ഇങ്ങനെ കലമ്പിയാലോ? അപ്പൊ അടുത്ത് വരില്ലേ? എടി, ഞാൻ പിടിക്കും, ഞാൻ പിടിക്കും, ഞാൻ പിടിച്ചു കൊടുക്കും. എന്നെ ആരും പിടിക്കില്ല. പിന്നെ നീ എന്നെ പിടിക്കാൻ നീ ആര്? എന്നെ പിടിച്ച് കൂട്ടിയിടാമെന്നാണല്ലേ? എന്നെ നീ പിടിക്കുമോ? എന്നാ കാണട്ടെ. പിടിക്കോ, എന്നെ കാണട്ടെ. പിടിക്കോ, പിടിക്കോ, എന്താ പിടിക്കോ? നീ എന്നെ പിടിക്കുമ്പോൾ എടി, ഞാൻ പിടിച്ചത് ആരെയാണെന്ന് അറിയാമോ? ദൈവപുത്രനെ. ആരെ? ദൈവപുത്രനെ. എവിടെ നാഥ, എവിടെ? ഇവിടെയുണ്ട്, ഇവിടെ ഇവരുടെ കയ്യിൽ. എടി, തരുന്നുണ്ടോ? അറിയുമോ യൂദാസിനെ? എനിക്കറിയാമോ? 30 വെള്ളിക്ക് ദൈവത്തെ വിറ്റവനാണ് ഞാൻ. നീ എന്റെ ഗുരുനാഥനെ തരുന്നുണ്ടോ? മകന്, ഏത് മകൻ? മകനെ വിറ്റത് ഞാനാണ്. ഇനി മകനില്ല. പിതാവ് കരയുന്നു, പിതാവ് പുത്രനെ കാണാഞ്ഞ് കരയുന്നു. എടി ദ്രോഹി, പുത്രനെ തരുടി. അദ്ദേഹം കരയുന്നു. എന്റെ പിതാവ്, പുത്രന്റെ പിതാവ് കരയുന്നു, കരയുന്നു. ചേട്ടാ, എന്തിന്? അവൻ എന്തപരാധം ചെയ്തു? അവനെ കുരിശിൽ തറയ്ക്കുക, 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 അവനെ കുരിശിൽ തറയ്ക്കുക. ഗവർണർ നീതി പാലിക്കുക. ഇതാര്? ഇദ്ദേഹം ആര്? പ്രകാശ സ്വരൂപൻ, ശക്തി സ്വരൂപൻ. ഇദ്ദേഹം ആര്? അവനെ കുരിശിൽ തറയ്ക്കുക,
അവനെ കുരിശിൽ തറയ്ക്കുക. അവനെ കുരിശിൽ തറയ്ക്കട്ടെ. വിളിച്ചോ, അവനെ കുരിശിൽ തറയ്ക്കട്ടെ. ബറബ്ബാസിനെ വിട്ടുകൊടുക്കുക. അവനെ കുരിശിൽ തറയ്ക്കുക. കുരിശിൽ തറയ്ക്കുക. അത്രയാണ്. അവൻ എന്തപരാധം ചെയ്തു? അവനെ കുരിശിൽ തറയ്ക്കട്ടെ. കുരിശിൽ തറയ്ക്കട്ടെ. 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 ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് നയിക്കുവാന്നു എന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് പ്രത്യേക കുറ്റമാണ് നിങ്ങൾക്ക് ആരോപിക്കുവാനുള്ളത്? ബഹുമാനപ്പെട്ട ഗവർണറുടെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കുറ്റപത്രം നിങ്ങൾ എല്ലാവരും വായിച്ചു കേട്ടതല്ലേ? ഇനി സാക്ഷികളുടെ ആവശ്യമെന്തെന്ന് അറിയുന്നില്ല. ഇവനൊരു കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ ഇവിടെ ഹാജരാക്കുമോ? ഈ രാത്രി നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ ദൈവദൂഷണം ചെയ്തു. ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് നാം ഇവനോട് തന്നെ ചോദിച്ചു. അതെ എന്നാണ് ധിക്കാരമായി അവൻ മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവനെ വിട്ടയക്കണമെന്നോ കുരിശിത്തറയ്ക്കണമെന്നോ? അതാര്? ഈശ്വര, ബറബ്ബാസിനെ വിട്ടുകൊടുക്കുക. നിങ്ങൾ കടക്കഥ പറയുന്നു. അവൻ മനുഷ്യപുത്രനാണെന്ന് സ്വയമേവ സമ്മതിച്ചു. എങ്കിൽ നിങ്ങൾ അവനെ എന്തിനാണ് ദൈവപുത്രനാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിലാത്തോസ്, സത്യത്തിൽ അങ്ങ് ഏറ്റവും ദയാലു തന്നെ. സീസർ ചക്രവർത്തി നിർദ്ദയത്വത്തിന് അങ്ങ് ഒരിക്കലും പഴിക്കുകയില്ല. ദൈവദൂഷണം ചെയ്യുന്ന പാപിക്ക് ഞങ്ങളുടെ നിയമപ്രകാരം മരണശിക്ഷയാണ് വിധിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ജനങ്ങളെ ധിക്കാരികളാക്കുകയാണിവർ. സീസറിനെതിരായി ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇവന്റെ മറ്റൊരു തൊഴിൽ. പോരെങ്കിൽ ജെറുസലേമിലെ പരിപാവന മന്ദിരം കല്ലോട് കല്ലില്ലാത്ത വണ്ണം തകർത്ത് 3-ാം നാളിനുള്ളിൽ ഒരു നൂതന ദേവാലയം സൃഷ്ടിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ ധിക്കാരിയുമാണ്. അവസാനമായി യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞ് ഘോഷയാത്രയായി ജെറുസലേമിൽ പ്രവേശിച്ചിട്ട് 5 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. നീ യാതൊന്നും പറയുന്നില്ലേ? നിന്റെ പേരിൽ എത്ര കുറ്റങ്ങളാണ് ഇവർ ആരോപിച്ചിരിക്കുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? അങ്ങ് ഇതിലെ നീതിപൂർവമല്ല പ്രവർത്തിക്കുന്നത്. ഈ പെസഹ കാലത്ത് ജനങ്ങളുടെ അഭീഷ്ടം മറക്കരുത്. ഈ കുറ്റവാളി അങ്ങേക്ക് ആരാണ്? ചുമ്മാ കുരിശിൽ തറച്ചേക്കാൻ പറയണം. എന്ത് നഷ്ടം സംഭവിക്കാനാ? സൂലേട്ടനെ ശപ്പൻ അവൻ രാജാവാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങ് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. നീ യഹൂദന്മാരുടെ രാജാവാണോ? ഇത് നിങ്ങൾ സ്വയമേവ പറയുന്നതോ അതോ മറ്റു വല്ലവരും പറഞ്ഞിട്ടോ? അങ്ങ് ഒരു യഹൂദനാണോ? നിന്റെ ആളുകളും പുരോഹിത പ്രമാണികളും നിന്നെ പിടിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്താണ് ചെയ്തത്? എന്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ പിടിച്ചു ഏൽപ്പിക്കാത്ത വണ്ണം എൻ്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ നീയൊരു രാജാവാണോ എന്നു നിങ്ങൾ പറയുന്നു? അത് ആരാണ് പറയാത്തത്? ഇദ്ദേഹം എന്തപരാധം ചെയ്തു? നേരം സന്ധ്യയായോ? റോമാക്കാർക്ക് വിശപ്പില്ലേ? ജൂഡാസ് എവിടെ?
അവനാണ് ഇയാളെ പിടിച്ചു തന്നതെന്ന് നിങ്ങൾ പറയുന്നു. ഇക്കാര്യത്തിൽ അത്ര പ്രധാന പങ്ക് വഹിച്ചയാൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അവനെ കൊണ്ടുവരൂ. ആദ്യം അനുഗമിക്കുകയും പിന്നെ ഉപേക്ഷിക്കുകയും ചെയ്തവന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ആ യുവാവ് അങ്ങ് എവിടെയോ ഓടിപ്പോയി എന്നാണ് തോന്നുന്നത്. അവന്റെ ബുദ്ധിക്ക് ഒരു സ്ഥിരതയില്ല. ഇന്നലെ രാത്രി അവൻ ഭ്രാന്തനെ പോലെ ഓടി വന്നിട്ട് പറയുകയാണ്, നീതിപാലനത്തിന് കിട്ടിയ ആ പ്രതിഫല തുകയും കയ്യിലിരിപ്പുണ്ട്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വലിച്ചൊരേറ്. അവൻ എന്നിട്ടൊരൊറ്റ ഓട്ടം. അവനെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? അത്ഭുതം. ഞാൻ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. എന്ത്? ഒരു കുറ്റവും കാണുന്നില്ലേ? പിലാത്തോസ്, അങ്ങേക്ക് ഭ്രാന്താണോ? ഗലീലി മുതൽ ജെറുസലേം വരെയുള്ള യഹൂദ രാജ്യത്തെ മുഴുവൻ വഴിവഴപ്പിച്ച് വിപ്ലവത്തിന് സന്നദ്ധമാക്കുന്ന ഇവൻ അത്ര തന്നെയോ? പതിതന്മാരോടും പാപികളോടും ചങ്ങാത്തം കൂടിക്കൊണ്ട് പരിശുദ്ധ ജീവിതം നയിക്കുന്നവരെയെല്ലാം ഉപദ്രവിക്കുകയും ശപിക്കുകയും ചെയ്യുന്നതാണ് ഇവന്റെ തൊഴിൽ. യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞ് പട്ടണപ്രവേശനം നടത്തി അധിക പ്രസംഗം. എന്നിട്ട് എന്തു ചെയ്തുവെന്നോ? ഉള്ള ആ വാസന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലോട്ട് കടന്നു ചെന്ന് പരീശന്മാരെ, ശാസ്ത്രികളെ, കപടബുദ്ധികളെ, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾക്ക് ആ കഷ്ടം എന്നെല്ലാം 1000 തവണയല്ലേ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ആരോപിക്കുന്ന യാതൊരു കുറ്റവും ഇവനിൽ ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇന്നലെ ഇവനെ ഹെറോദോസ് മഹാരാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയില്ലേ? അദ്ദേഹവും മരണശിക്ഷ വിധിക്കാനുള്ള യാതൊരു കുറ്റവും ഇവനിൽ കണ്ടില്ല. അതിനാൽ പെസഹ കാലത്ത് ഒരു പുള്ളിയെ മോചിപ്പിക്കണമെന്നുള്ള ആചാരമനുസരിച്ച് ഞാൻ ഇയാളെ വിട്ടയക്കണമെന്ന് വിചാരിക്കുന്നു. അരുത്! നിങ്ങൾക്ക് ബുദ്ധിക്ക് സ്ഥിരത പോയെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഇവനെ വിട്ടയക്കുകയോ? ജനങ്ങൾ നിങ്ങളെ വലിച്ചു കയറും. നാടൊട്ടുക്ക് നടന്ന് വായിത്തോന്നി വിട്ടിത്തം മുഴുവൻ വിളിച്ചു പറയുക, സാധുജനങ്ങളെ വഴിപിഴപ്പിക്കുക, മാന്യന്മാരെയും കുലീനന്മാരെയും അപമാനിക്കുക, ദേവാലയത്തിൽ കയറി നിന്ന് ശാപവർഷം ചൊരിയുക, ദൈവത്തെ ദുഷിപ്പിക്കുക, ചക്രവർത്തി എതിർക്കുക. ഇതിന് ശിക്ഷയില്ലെന്ന് പിലാത്തോസ് അങ്ങ് ഒരു അമാനുഷനായ വിധികർത്താവ് തന്നെ. എങ്കിലും ഈയുള്ളവരും ഒട്ടക്കെയെങ്കിലും നീതിയും നിയമവും ന്യായവും ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ധരിച്ചാൽ കൊള്ളാം. പെസഹ കാലത്ത് ഒരു ബന്ധനസ്ഥനെ മോചിപ്പിക്കണം പോലും. എന്നാൽ പിലാത്തോസ്, അതന്ന് ആരെന്ന് നിശ്ചയിക്കേണ്ടത് ഗവർണറല്ല, ജനങ്ങളാണ്. അവരത് നിശ്ചയിച്ചിട്ടുമുണ്ട്. അതിനായി അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുമുണ്ട്. ആരാണത്? ബാറബാസ്. അവനെ മോചിപ്പിക്കുകയോ? ആ വ്യാമോഹം വൃഥാവിലാണ്. സകല ദേവന്മാരെയും കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ബറാബാസിനെ ഞാൻ കുരിശിൽ തറയ്ക്കാം. ബറാബാസിനെ മോചിപ്പിക്കണം പോലും. അന്നാസ്, കയ്യാഫാസ്, ദുഷ്ടതയ്ക്കും അസൂയയ്ക്കും അതിരില്ലെന്നോ? നെടുവഴിയിൽ നിന്ന് നിയമലംഘനം പ്രസംഗിച്ചവൻ, കൊള്ളക്കാരൻ, കൊലപാതകൻ, അവനെ വിട്ടയക്കണം. ദോഷിയായ ഈ മനുഷ്യനെ കുരിശിൽ തറയ്ക്കുവാൻ ഇല്ല. നിങ്ങൾ ആളുകളെ തെറ്റിക്കുന്നു. പിലാത്തോസ്, ഞാനൊന്ന് പറയുന്നത് കേൾക്കണം. ഇതിൽ അങ്ങ് ബുദ്ധിപൂർവമല്ല പ്രവർത്തിക്കുന്നത്. ഒരുത്തന് വേണ്ടി അങ്ങ് ജനങ്ങളുടെ മുഴുവൻ വിരോധം സമ്മതിക്കുന്നതെന്നിട്ട് വല്ലവരും പറഞ്ഞ് സീസറേയും കാര്യം മനസ്സിലാക്കിയാൽ അങ്ങേക്ക് വലിയ ബുദ്ധിമുട്ടാകും. അങ്ങ് തന്നെ ഒന്ന് ഓർത്തു നോക്കണം.
ബറബാസ് കൊലപാതകിയും കള്ളനും വിപ്ലവകാരിയുമായിരിക്കാം. പക്ഷേ അവനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഇവനെയാണ്.